ഇന്ന് ആത്മഹത്യകൾ അധികരിക്കുന്ന കാലഘട്ടമാണ്. ഒരുപാട് തരത്തിലുള്ള മരണങ്ങൾ ആത്മഹത്യയിലൂടെ നടക്കുന്നുണ്ട്. കാരണം എന്താ? ഏറ്റവും അധികം ആത്മഹത്യ നടക്കുന്ന ഒരു കാരണമെന്ന് പറയുന്നത് അത് ജീവിതത്തിൽ ടെൻഷൻ അടിച്ചിട്ടാണ്. കടം കാരണമായിട്ട്, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു മനസ്സമാധാനം ഇല്ലാതിരുന്നിട്ട് അതുപോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു പോയതിൻ്റെ പേരിൽ, ഒരു സമാധാനമില്ലാത്ത ജീവിതമായി പോയതിൻ്റെ പേരിൽ പ്രിയപ്പെട്ടവരെ, പലർക്കും ആത്മഹത്യ എന്ന് പറയുന്ന ഒരിക്കലും പരിഹാരമാകാത്ത ഒരു വഴി തിരഞ്ഞെടുക്കേണ്ടി വരാം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഏതായാലും ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ടെൻഷൻ ഇല്ലാതെ നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ, അതുപോലെ തന്നെ നമ്മുടെ കൈകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് എത്തിച്ചു തരാൻ, സൗഭാഗ്യങ്ങൾ എത്തിച്ചു തരാൻ, സന്തോഷം എത്തിച്ചു തരാൻ, മനസമാധാനം, ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് മനസമാധാനമാണല്ലോ. അപ്പോൾ ആ മനസമാധാനം നമ്മിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് കാരണമാകുന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്റാണ് ഇൻഷാ അല്ലാഹ്. ഏതാണ് ആ ദിക്ർ എന്ന് നമുക്ക് വീഡിയോയിലൂടെ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരെയും അല്ലാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടവരോടൊപ്പം തന്നെ, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരോടൊപ്പം തന്നെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ഉൾപ്പെടുത്തി സന്തോഷിപ്പിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, 2 ദിവസമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളമൊട്ടാകെ മഴയാണ്. കഴിഞ്ഞ ഒരാഴ്ച നമ്മൾ ചൂട് ആയിരുന്നപ്പോൾ മഴയ്ക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്തിരുന്നവരായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ വെള്ളിയാഴ്ച ജുമുഅ പള്ളികളുടെ മിമ്പറുകളിൽ ഉസ്താദുമാർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്നുകൊണ്ട് അല്ലാഹുമ്മ അർസിലിസ് സമാഅ അലൈനാ മിദ്റാറ എന്ന ദുആ, അല്ലാഹുവേ വാനലോകത്ത് നിന്ന് മഴത്തുള്ളി എന്ന് പറയുന്ന നിന്റെ അനുഗ്രഹത്തെ ഞങ്ങളുടെ മേൽ ഇറക്കണമേ എന്ന ദുആ ഓരോ ജുമുഅ മസ്ജിദുകളിലും ഉസ്താദുമാർ മിമ്പറിൽ നിന്നുകൊണ്ട് ഹൃദയം പൊട്ടിയിട്ട് ദുആ ചെയ്തു പോയിരുന്നവരാ. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം മുതൽ അങ്ങോട്ടും മഴയായിരുന്നു. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഇപ്പോഴും ദുആ ചെയ്യണം, അല്ലാഹു ഈ മഴ ഞങ്ങൾക്ക് നീ ആപത്താക്കല്ലേ അല്ലാഹ്, നിന്റെ അനുഗ്രഹമാകുന്ന മഴ ഞങ്ങൾക്കൊരു കാരണവശാലും നീ ആപത്താക്കല്ലേ എന്ന് ദുആ ചെയ്യണം. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്നെപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ എന്ന് എപ്പോഴും ദുആ ചെയ്യണം. മഴ നമുക്ക് അനുഗ്രഹമേ ആകാവൂ, ആപത്താകാൻ പാടില്ല. അല്ലാഹു കാക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ ജീവിതത്തിൽ നിന്ന് ടെൻഷൻ എടുത്തു മാറ്റാൻ, ഒരുപാട് ആത്മഹത്യകൾ നടക്കാനുള്ള മർമ്മപ്രധാനം ടെൻഷൻ അടിച്ചിട്ടാണ്. ഒരാൾ പോലും കൂടെ ഇല്ല, അപ്പോൾ ടെൻഷൻ അടിക്കും. കടമാണ്, ടെൻഷൻ വരും. അതുപോലെ പലതരത്തിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്, ടെൻഷൻ വരും. ഈ ടെൻഷനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്ർ, നമുക്കൊക്കെയും അറിയുന്ന ദിക്റാണ് പ്രിയപ്പെട്ടവരെ. എന്നാൽ ഈ ദിക്റിനെ ദിനേനെ നമ്മൾ ജീവിതത്തിൽ എന്നെന്നും കൊണ്ടുവരാനുള്ള ഒരു പ്രോത്സാഹനം നമ്മൾ കൊടുക്കണം. ആ ഒരു ശീലം നമ്മൾ കൊണ്ടുവരണം പ്രിയപ്പെട്ടവരെ. എന്നെന്നും ഈ ദിക്ർ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അല്ലാഹു അങ്ങനെയുള്ള ഒരു ജീവിതമാക്കി നമ്മുടെ ജീവിതങ്ങളെല്ലാം മാറ്റി സന്തോഷിപ്പിക്കുമാറാകട്ടെ. ടെൻഷൻ മുഴുവനും ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ. അതുമാത്രമല്ല, 99 രോഗങ്ങൾക്ക് ഈ ദിക്ർ മതിയാകുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 99 രോഗങ്ങൾക്ക് ഈ ദിക്ർ മതിയാകുന്നതാണ്. അതിൽ ഏറ്റവും ചെറിയ രോഗമായിട്ട് എണ്ണിപ്പറഞ്ഞതാണ് അൽ ഹമ്മ്, ടെൻഷൻ എന്നുള്ളത്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാര്യം കൊണ്ട് നമ്മൾ വല്ലാതെ ആവലാതിപ്പെടാം, ഒരു വിഷമം വന്നിട്ട് വല്ലാതെ വേദനിക്കാണ് നമ്മുടെ ഹൃദയം, അതിൽ നൊന്തുപോവാൻ. അപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ പഠിച്ചു വെച്ചോളി. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അത്ഭുതകരമായ ലാ ഹൗല എന്ന് പറയുന്ന ദിക്റാണ് പ്രിയപ്പെട്ടവരെ. ഈ ദിക്റിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഉലമാക്കൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ രേഖപ്പെടുത്തുന്നത് ഹിയ കൻസുൽ ജന്ന, ഈ ദിക്ർ എന്ന് പറയുന്നത് അത് സ്വർഗത്തിലെ നിധിയാണ് എന്നാണ് പ്രിയപ്പെട്ടവർ. ഇത് ധാരാളം ജീവിതത്തിൽ കൊണ്ടുവരുന്നവർക്ക് ദിനം പ്രതി ഒരു വിറുതുപോലെ ഈ ദിക്റിനെ
ഇത്ര എണ്ണം ചൊല്ലുന്ന ആളുകൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും വന്നു ചേരുമെന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്കൊക്കെയും അറിയുന്ന ദിക്റുകളാണ്. പണ്ടുള്ള ഉമ്മമാരൊക്കെയും മക്കളെ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും യാത്ര അയക്കുന്ന സമയത്ത്, മക്കൾ വാഹനത്തിൽ കയറി പോകുന്ന സമയത്ത് ആ ഉമ്മമാരുടെ നാവിൻ തുമ്പിലൂടെ അറിയാതെ വന്നു പോകുന്ന ഒരു ദിക്റായിരുന്നു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവേ, എൻ്റെ പൊന്നുമോനെ നീ കാത്തോളണേ, നീ കാക്കണേ, നിൻ്റെ കാവൽ അവനിൽ നൽകണേ, അല്ലെങ്കിൽ അല്ലാഹു എൻ്റെ പൊന്നുമോളെ നീ കാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ലാ ഹൗല പറയാറുണ്ടായിരുന്നു പണ്ടുള്ള ഉമ്മമാർ. ഇന്നത്തെ ഉമ്മമാർക്ക് അത് പലതും മറന്നുപോയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. അത് മറന്നു പോകാനുള്ളതല്ല, അത് ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഉമ്മമാരും അത് ജീവിതത്തിൽ വളരെ കൃത്യമായിട്ട് തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആ ദിക്റിൻ്റെ എല്ലാവിധ അത്ഭുതങ്ങളും മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ കൊണ്ടുവരിക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ലാ ഹൗല ഒരു 21 പ്രാവശ്യമാണ് നമ്മൾ ഇപ്പം ചൊല്ലാൻ പോകുന്നത്. ഈ ലാ ഹൗല ചൊല്ലാനുള്ളത് ദിവസവും കുറഞ്ഞത് 111 പ്രാവശ്യമെങ്കിലും ചൊല്ലുക. അത്രയേറെ ഖൈർ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. ടെൻഷനുകൾ മാറിക്കിട്ടും. സർവ്വവിധ സൗഭാഗ്യങ്ങളും നമ്മിലേക്ക് കടന്നു വരുന്നത് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ നമുക്കൊരു 21 പ്രാവശ്യം ലാ ഹൗല ചൊല്ലാം. لا حول ولا قوة إلا بالله العلي العظيم. 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 അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള മുഴുവൻ ടെൻഷനുകളും മാറ്റി സന്തോഷമുള്ളൊരു ജീവിതം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹൃദയാന്തരത്തിലുള്ള എല്ലാവിധ പേടികളും വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും റബ്ബ് തആല ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് ഇല്ലായ്മ ചെയ്തതെന്ന് പരിപൂർണമായ സംശുദ്ധമായ സന്തോഷമായ ഒരു സ്നേഹസാഗരം തുളുമ്പുന്ന ഹൃദയമാക്കി നമ്മുടെ ഹൃദയം അള്ളാഹു അങ്ങനെയുള്ളൊരു ഹൃദയമാക്കി മാറ്റിത്തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.